പോണ്ടിച്ചേരിയിലെ സ്റ്റാർബക്സ് കാണിച്ചിരുന്നു ഞങ്ങൾ. നമുക്ക് ദിസ് ഈസ് പോണ്ടീസ് സ്റ്റാർബക്സ്. അതും വേറൊരു വെറൈറ്റി ലുക്കിലാണ് ചെയ്തേക്കണേ അല്ല, ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ട. എന്നിട്ട് സ്റ്റാർബക്സ്. Just look at the view in front of us. It's so beautiful. Wow, nice, yeah. Like really nice. That's cool. നമ്മൾ അയ്യോ ഞങ്ങൾ ആക്ച്വലി ആ ഒരു അറ്റം മുതൽ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഈ ഒരു അറ്റം വരെ, ആ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചതല്ലോ, ആ ഒരു അറ്റം മുതൽ ഇവിടെയും വരെ നടന്നു വന്നു. ഇവിടെയും വരെ എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കില്ല, ഇവിടെയും വരെ ഞങ്ങൾ മിനിമം നമ്മൾ ഒരു 4-5 ഫോട്ടോസ് എടുക്കും. കണ്ടപ്പോൾ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ നടക്കണമല്ലാണ് ക്യാമറമാൻ എന്നുള്ള വിചാരം. അതാണ് ആൾക്കാരും വിചാരിക്കുന്നത്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ് എന്നുള്ളത് എവിടെയാണ്? പോണ്ടിച്ചേരി എത്തി. നമ്മുടെ ബൈക്ക് ട്രിപ്പ് ഇത് സീരീസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോണ്ടിയിലെത്തി. ചെന്നൈ ടു പോണ്ടി എത്തി. ഇനി പോണ്ടി എക്സ്പ്ലോറിങ് ആണ്. കയ്യിൽ ഇതാ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ടുണ്ട്. വന്ന് കയറി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഭക്ഷണം കഴിക്കും. കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 വട്ടം നിർത്തി ഞങ്ങൾ വെള്ളം കുടിക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് നല്ല സ്റ്റോപ്സ് എടുത്തു. കാരണം തമിഴ്നാട് ഭാഗത്തേക്ക് കയറിയപ്പോൾ നല്ല ചൂട് തുടങ്ങി. നമ്മുടെ കൂർഗ്, മൈസൂര്, ബാംഗ്ലൂർ ആ റൂട്ടിലൊന്നും അത്ര ചൂടുണ്ടായിരുന്നില്ല. ചെന്നൈ എത്തുമ്പോൾ നമുക്ക് ചൂട് തുടങ്ങി. ഒരു 4 hour ടൈമൊക്കെ എടുത്തു. കാരണം നമ്മൾ ബ്രേക്സ് ബാക്ക് ടു ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനിപ്പോൾ പോണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. നല്ലൊരു ക്രൗഡ് ഉണ്ട് പുറത്ത്. വന്നപ്പോൾ നല്ല തിരക്കുകളുണ്ടായിരുന്നു. റൂം എടുത്തത് നമ്മൾ പോണ്ടി എന്ന ഹോട്ടൽ പോണ്ടിച്ചേരി ഹോട്ടൽ പോണ്ടിച്ചേരി എടുത്തു. കറങ്ങി. ഞങ്ങൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തില്ല. നമ്മൾ വന്നതിന് ശേഷം ഇവിടെ നടന്ന് നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടും കുറച്ച് ഡിലേ. ആരും അങ്ങനെ ചെയ്യരുത്. എല്ലാ ഹോട്ടൽസും പിന്നെ വീക്കെൻഡും ആണ്, അതിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ പോണ്ടിച്ചേരിയിൽ അവിജനമായ വീതികളിലൂടെ നടന്ന് നീങ്ങുന്നു. ഞങ്ങളുടെ വഴിയിൽ നിന്നുണ്ടോ നല്ല ലഹളയുണ്ട്. എന്തായാലും ക്രൗഡഡാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ക്രൗഡ് ഉണ്ടാവും. വീക്കെൻഡ് ആയതിൻ്റെ ഒരു തിരക്കുണ്ട്. ക്ലീനാണ്. ചില ഏരിയകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ബാംഗ്ലൂർ കേസ് തന്നെ ആ ഒരു മരങ്ങളൊക്കെ വന്ന് ഫുള്ള് ഫില്ലായിട്ട് ആ ഫ്രണ്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. കണ്ട ആ ഒരു ഭാഗത്ത് അവിടെ ഫുള്ള് മരങ്ങൾ വന്ന് ചൂട്. അതെ, നമ്മൾ ഫുള്ള് ഗീൽഡപ്പ് ആവുന്നതുകൊണ്ടാണ് ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. ഇപ്പോൾ വലിയ കഥ തോന്നില്ല. അപ്പോൾ ഞങ്ങളൊരു കഫേ നോക്കിയിട്ട് പോകുന്നു. എന്താ കഫേയുടെ പേര്? കോറമണ്ടൽ. ഇവിടുത്തെ ഒരു ഫേമസ് സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോണ്ടിച്ചേരിയിൽ കാണാൻ നല്ലൊരു എസ്തെറ്റിക് ലുക്കുള്ള ഏരിയകളാണ് എന്നുള്ളത്. കുറേ കോർണറുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുക. ഓരോ ഡിഫറെൻറ്റ് കളർ അടിച്ചിട്ടുള്ള ബിൽഡിങ്സും ഒരു ഫ്രഞ്ച് ലുക്ക് അല്ലെങ്കിൽ ജർമ്മൻ ലുക്ക്. അപ്പോൾ ഈ കാണുന്ന ഏരിയ നോക്കുക. കളർഫുൾ ബിൽഡിങ്സും ഈ ഒരു ഷെയ്ഡും ഇതൊക്കെ കൂടി വരുമ്പോൾ അതിൻ്റെ ലുക്ക് ഇസ് ഗെറ്റിംഗ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അങ്ങനെ തന്നെ പറയാം. ആ ഒരു ലുക്കാണ് പോണ്ടിയാക്കുന്നത് അല്ലേ. പഴയ ഫ്രഞ്ച് ടൈപ്പ് ബിൽഡിങ്സ് ആണ്. നോക്കി ഈ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഫ്രെയിമുകളാട്ടോ. നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ കുറേ കണ്ടു. അവർ പിങ്ക് കളറുള്ള പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതും. പിന്നെ നേരെ അവിടെ പോയി കാണുന്നത് ബീച്ചാണ്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും അവിടെ എത്തട്ടെ, എന്നിട്ട് പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാലോ. ആൾക്കാർക്ക് കുറച്ചും കൂടി കാണാം. ഓക്കെ, പോണ്ടിച്ചേരിയിലെ സ്റ്റാർബക്സ് കാണിച്ചിരുന്നു ഞങ്ങൾ. നമുക്ക് ദിസ് ഈസ് പോണ്ടീസ് സ്റ്റാർബക്സ്. അതും വേറൊരു വെറൈറ്റി ലുക്കിലാണ് ചെയ്തേക്കണേ അല്ല, ഈ ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ട. എന്നിട്ട് സ്റ്റാർബക്സ് ഇതാണ് പോണ്ടിയിലെ സ്റ്റാർബക്സ്. ഈ ഒരു വാക്ക് വേ നോക്ക്. കോളനി ഒരു എന്താ പറയുക ആ ഒരു ഗല്ലി നോക്ക്. നല്ല അത് നമുക്ക് വരാം. എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഭാഗം കാണിച്ചു തരാം. സോ ഇവിടെ നല്ല ഷെയ്ഡ് ഉണ്ട്. എന്തായാലും ഇത് കൂടെ ഇങ്ങനെ നടക്കുക. ദിസ് ഈസ് സ്റ്റാർബക്സ്. കണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ കളർ നോക്ക്. ഡാർക്ക് റെഡ് കൊടുത്തിട്ട് അതിൻ്റെ ലുക്കും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഭയങ്കര ചായയുടെ സ്മെല്ലുണ്ട് കേട്ടോ.
ചായയുടെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു ചായക്കട തന്നെയാണുള്ളത്. ഫേമസ് ആണെന്ന് തോന്നുന്നത്. ചായക്ക് വേണ്ടി മാത്രം തിരക്കുള്ളതാണ്. KBS കോഫി എന്താ കാഫി. ഇത് ചായക്കടയാണ്. എന്താ പേര് എഴുതിയിരിക്കുന്നത്? KBS കാഫിയാ. Coffee bar. I think it's something famous because you can see a lot of people here. നമ്മളടുത്ത സ്ഥലത്ത് ഈ മോശി അവിടെ നിന്നിട്ട് ഫേമസ് ആണ്. 1974. ഈ ഒരു സ്ട്രക്ചർ ഭയങ്കര ഫേമസ് ആണ്. കുറേ ആൾക്കാരെ കാണാം ഫോട്ടോ എടുക്കുന്നത്. കണ്ട ഇവിടെ നോക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞു. അതെ, എല്ലായിടത്തും ഫോട്ടോ ഫ്രെയിമാണ്. എല്ലാവരും എടുക്കാനുള്ള ഫോട്ടോ ഫ്രെയിമുള്ളത്. ആദ്യം ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം നല്ല കഴിച്ചതിന് ശേഷം നമുക്ക് സ്വീറ്റ്സ് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് ഫുഡ് നല്ല എക്സ്പ്ലോർ ചെയ്യണം. ആക്ച്വലി ഇന്ന് ഒത്തിരി ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് നാളെ പോകാനുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആവശ്യത്തിന് എക്സ്പ്ലോർ ഡെസേർട്സ് ഒക്കെ നല്ലത് കിട്ടും ഇവിടെ. അപ്പോൾ എന്തായാലും അത് ട്രൈ ചെയ്യണം. ആയിക്കോട്ടെ. ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ പോണ്ടി വൈബ് മക്കളെ. പോണ്ടി വൈബ്. ദിസ് ഇസ് കാഫേ കോറമണ്ടൽ. നല്ല കാഫേ കോറമണ്ടൽ. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നു. നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. ടേബിൾ ഫോർ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോർണർ കിട്ടി. കോർണറല്ല, ഫസ്റ്റ് സ്പോട്ട്. അവിടെ ഇരിക്കുന്ന അവൾ, ഇവിടെ ഇരിക്കുന്നവൾ. ഒരു രാജകീയമായി ഇരിപ്പാണ്. സംതിങ് നൈസ്, സംതിങ് ഗുഡ്, സംതിങ് കൂൾ അല്ലേ? സോ ഫോർ വാട്ട്? To keep our bags and all. സാധനങ്ങൾ കുറേ ഉണ്ട്, ബാഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെക്കാനായിട്ട് ഒരു ചെയറും കൂടി ചോദിക്കാം. എന്തായാലും നമ്മൾ ഇരിക്കട്ടെ, എന്നിട്ട് ഓർഡർ ചെയ്യാം. ഓക്കെ. ഒരു ഇൻറ്റീരിയർ, ഒരു എസ്തെറ്റിക് ലുക്ക് ഞാൻ അപ്പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ മുഴുവൻ ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട്. വെറുതെ അതിൻ്റെ എൻട്രൻസ് വാങ്ങണ്ട. പിന്നെ അവിടെ ഫുള്ള് പുറത്ത് ഔട്ട്സൈഡ് സീറ്റിംഗ് സ്പേസ് ആണ്. എന്തായാലും നമുക്ക് ഇനി കൈയോടെ ഓർഡർ കൊടുക്കാം. എന്നിട്ട് ഞാൻ ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. അതാവും നന്നാവാം. ഇതുണ്ടോ, ന്യൂസ് പേപ്പർ പോലത്തെ ഒരു മെനു തന്നിട്ടുള്ളത്. അതിന് വായിച്ച് പഠിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇതിന് ഓർഡർ ചെയ്യാനായിട്ട്. ആംബിയൻസ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഉള്ളിലത്തെ അറേഞ്ച്മെൻറ്റ്സും ആ ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇവിടെ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ മൂഡാവും, കാരണം ഫുള്ള് വാം ലൈറ്റൊക്കെ എടുക്കുന്നത്. നൈറ്റ് ഒന്ന് ഇറങ്ങാം, നമുക്ക് ഇറങ്ങി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, കഴിച്ച് നോക്കാം. എനിക്ക് വന്ന് നൈറ്റ് വരുമ്പോൾ ഓൾറെഡി ആ ഒരു വാം ലൈറ്റ് വരുമ്പോൾ അതിൽ ഈ സീറ്റിങ്ങും സൂപ്പറാവും. നമ്മളെന്തായാലും ഈ മെനു പഠിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് ഇനി വരാം. അതാവും കുറച്ചുകൂടി നല്ലത്. കഴിച്ചിട്ട് പോയി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തു. എന്തോ ഓർഡർ ചെയ്ത seafood spaghetti, pizza, garlic chicken pizza and ginger ale. That's it. Because we are going to another cafe after this to have French fries and something like that. And then after that we'll have desserts also. I told you, no, I will decide what to eat in Pondicherry. അതും ശരി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റ സ്ഥലത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവസാനിപ്പിക്കരുത്. കാരണം ഇവിടെ ഇഷ്ടം പോലെ കഫേസ് ഉണ്ട്, ബേക്കറീസ് ഉണ്ട്. അതെല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ. അപ്പം പിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എല്ലാം കഴിച്ചിട്ട് അവസാനിപ്പിച്ച അവർ മജ. അതുകൊണ്ട് ഞങ്ങൾ 2 ഐറ്റം മതി. എന്തായാലും അപ്പോൾ നമ്മൾ അടുത്ത മെയിൻ ഫുഡിലേക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഡ്രിങ്ക് ആദ്യം വന്നു. യോഗി ഫുഡിന് എന്തായാലും സമയം എടുക്കും. അതുകൊണ്ട് ജിഞ്ചർ എയിൽ ഓർഡർ ചെയ്ത് അത് വന്നു. ഹോം മെയ്ഡ് ജിഞ്ചർ എയിൽ. ഇവരെ ജാഗറി, മിൻറ്റ്, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ് എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ മേടിക്കാറുള്ളത് ഇങ്ങനെയല്ല, ക്യാനിൽ വരുന്നതാണ്. അതിൽ ശരിക്കും ഒരു കളറും ഉണ്ടാവില്ല. ഇത് ശരിക്കും ഹോം മെയ്ഡ് എന്ന് പറയുമ്പോൾ അതെ, കുടിച്ചു നോക്കട്ടെ. ദിസ് ഇസ് ഗുഡ്. ഞാൻ കുടിച്ചിട്ടില്ല. വെരി ഗുഡ്. നല്ല ഇഞ്ചിണ്ട്. അത്ര ഐസും ഇല്ല, നല്ല കയ്പും. അത്ര മധുരമില്ല. ജാഗറി പക്ഷെ നമ്മൾ കുടിക്കുന്ന ജിഞ്ചറേലിന് ഇത്ര ഒരു എന്താ പറയാ, പഞ്ചുണ്ടാവില്ല. ഇഞ്ചി കടിച്ച് കുരങ്ങൻ പോലെ ഇത് കഴിക്കും. ഇഞ്ചി കടിച്ച് മങ്കി എന്നൊക്കെ പറയും. പക്ഷെ നല്ലതാണ്. കണ്ടോ, ഐസ് ഇട്ട് ഓറഞ്ചിൻ്റെ ഒരു ചെറിയ സ്ലൈസ് ഉണ്ട്, പിന്നെ ലെമൺ ഉണ്ട്, പിന്നെ ഇഞ്ചി നല്ലോണം അരച്ചിട്ടിട്ടുണ്ട് തോന്നുന്നു, പിന്നെ പുതിന ലീവ്സ്, പുതിന അല്ല, ഇതാണ് പുതിന അല്ല, മിൻറ്റ് ലീവ്സ്, പിന്നെ ലൈം ജ്യൂസും ഇതും കൂടി ഇട്ടിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇത് കുടിച്ച് നമ്മളടുത്ത ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഡിഷ് എത്തി. ഫസ്റ്റ് ഡിഷ് എന്തായിരുന്നു? സീ ഫുഡ് സ്പെഗറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർലിക് ബ്രെഡ് എങ്കിലും കഴിച്ചു തുടങ്ങേണ്ടി വരും, കാരണം പിസ്സ വരാൻ സമയം എടുക്കും. എന്താ വേണ്ടേ?
എന്തായാലും കഴിക്കാം. ഞങ്ങൾ തണുക്കും വിശക്കുന്നുണ്ട്. നമ്മുടെ സീ ഫുഡ് സ്പെഗറ്റി വന്നിട്ടുണ്ട്. അതായത് ഇതിലൊന്നുമില്ല, ഫിഷ് ഉണ്ടാവും, പ്രോൺസ് ഉണ്ടാവും, പിന്നെ സ്പെഗറ്റിയാണ്. പാസ്ത കിട്ടിയില്ല, പാസ്തയാണ്. പക്ഷെ മറ്റേ സാധനത്തിൻ്റെ പേരുണ്ടതാണ് പിസ്സ. കോപ്പ് അതൊന്നുമല്ല, എന്തെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായി. വിശന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. മുഖമൊക്കെ പോയിടോ, ഇതൊക്കെ നോക്കി എൻ്റെ കണ്ണൊക്കെ നോക്കാം. നോർമൽ ഒരു ബ്രെഡ്, ഇതിനാളുടെ ഗാർലിക് ബ്രെഡ് എന്ന് പറയുന്നത്. ബ്രെഡ് ബട്ടർ വെച്ചേക്കുന്ന പോലെ ഗാർലിക് ബ്രെഡ്. ഇത് ഗാർലിക് ബ്രെഡാണ്. നമുക്ക് സാധാരണ കിട്ടാറുണ്ട് ക്രിസ്പി ഗാർലിക് ബ്രെഡാണ്. ഇതൊരു നോർമൽ ഗാർലിക് ബ്രെഡ്. എങ്ങനെയുണ്ട്? ഗുഡ്. കണ്ടോ, നല്ലൊരു പോർഷൻ ഇരിക്കുന്നു. നല്ല സോസ് ഉണ്ട്, സീ ഫുഡ് സോസാണ്. നല്ല ചൂട് വറക്കുന്നുണ്ട് കേട്ടോ. ചൂടാണ്. കണ്ടോ, നമ്മളിത് എടുത്തു ഇങ്ങനെ റോൾ ചെയ്യാം. We have prawns in this. I got സീ ഫുഡ് എന്ന് പറഞ്ഞാൽ പ്രോൺസ് ഉണ്ടാവും, ബിക്കോസ് ഇറ്റ് സീ ഫുഡ്. ഗാർലിക് ബ്രെഡ് ഒന്ന് ഇറക്കട്ടെ, കാരണം അത് നിങ്ങൾ വായിൽ ഫുള്ള് ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം ഇത് കഴിക്കുന്നത്. നമ്മളെടുത്തു, ഇത് അതിന് ഒന്ന് റോൾ ചെയ്തു, പിന്നെ ഒന്നിട്ട് വലിച്ചു, അവളവിടെ ഇരുത്തിയിട്ട് കുറച്ച്. എന്നിട്ട് തേന ഞാൻ ഈ ഒരു സ്പൂൺ ഫുൾ ഓഫ് സ്പെഗറ്റി ഓരോ കിട്ടും ഇതെടുത്തോട്ടെ. ഇതിൽ പ്രോൺസ് കൊടുത്തിട്ടുണ്ട്. ആളെ എടുത്തിട്ട് sauce is nice, buttery. നല്ല ബട്ടർ ഫ്ലേവർ ഉണ്ട്. പിന്നെ സ്പെഗറ്റി കുക്ക് ആവുന്നുണ്ട് അറിയാവുള്ളൂ. സ്പെഗറ്റി യൂഷ്വലി ഇങ്ങനെ. പിന്നെ നമുക്ക് ആ ഒരു സീ ഫുഡിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. സീ ഫുഡ് ആകുമ്പോൾ ഗാർലിക് ബട്ടർ സ്പെഗറ്റി, പിന്നെ ഒരു സ്പെഷ്യൽ സോസ്, നല്ല കുരുമുളകിൻ്റെ കുത്തുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടൊരു നൈസാണ്. പക്ഷെ ഇത് കഴിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ വയറ് നിറയില്ല, കുറച്ചും കൂടി കഴിക്കേണ്ടി വരും. വേറെ നൈസ്. ആ സോസും കൂടി വരുമ്പോൾ നമ്മൾ അടുത്തത് ഓർഡർ ചെയ്ത് മെത്തി. എന്ന് പറയുമ്പോഴേക്കും അവൾ എടുത്തു, കയ്യിലെടുക്കലും കഴിഞ്ഞു. ഇതേനാ ഓൾറെഡി നമ്മുടെ റോസ്റ്റഡ് ഏതാ മമ്മു? ഗാർലിക് ചിക്കൻ പിസ്സ. ഓക്കെ, ഇതാ വന്നു, ദേ പോയി എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ പാസ്തയാണ്. പാരസിന് കോപ്പം കഴിഞ്ഞു. ചെറിയൊരു പിസ്സ, നമ്മൾ ഉദ്ദേശിച്ച അത്ര വലിപ്പമുള്ള സാധനമൊന്നുമല്ല. ഇതേ ഇപ്പം നമ്മൾ ആ പിസ്സ എടുത്തു. ഇനി നമ്മളിതിനെ ആ പ്ലേറ്റിൽ വെച്ചു. ഫസ്റ്റ് ബൈറ്റ് ഞാൻ എടുക്കണ വീഡിയോ. ആ ഒരു ചീസുണ്ട്, പിന്നെ നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ, നല്ല ചീസ് പുള്ള് കിട്ടുന്നുണ്ട്, പിന്നെ നല്ല മീറ്റ് ഉണ്ട്. നൈസ്. ഓക്കെ, ഒരു ബോന്നൊന്നും എനിക്ക് തോന്നിയില്ല, ബട്ട് ഓക്കെ, അവർക്ക് ഫുഡ് തോന്നി. എനിക്ക് പിന്നെ പിസ്സ എങ്ങനെ വന്നാലും വെരി ഗുഡാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിച്ച് തീർത്തിട്ട് മെല്ലെ വരാം. അല്ലെങ്കിൽ ഒരു ഫുഡ് വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ഒരു എസ്തെറ്റിക് ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മേൽഭാഗത്ത് നോക്ക്, ഫുള്ള് ഒരു തട്ടടിച്ചിട്ടുള്ളത്, ഭയങ്കര ഹൈ സീലിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആംബിയൻസും ലുക്കും മാറി. ഒപ്പം ഉൾവശത്തുള്ള ആ ഒരു ഡെക്കറേഷൻസ് നോക്ക്, എൻ്റെ പള്ളി സൂപ്പറാണ്. ഈ ഒരു ടേബിളിൻ്റെ പോർഷൻ കണ്ടോ നോക്ക്, ആ ലൈറ്റിങ്ങും സ്പോട്ടും ഫർണിച്ചേഴ്സും ഒക്കെ കൂടി വന്നപ്പോൾ വേറെ മൂഡായി. നോക്ക് ഈ ഒരു ഫർണിച്ചർ നോക്ക്, ഒരു കബോർഡ് കണ്ടോ, അവിടെ മിറർ സെൽഫി എടുക്കാനാണ് വെച്ചത്. മിറർ സെൽഫിക്ക് ഇതേ അവിടെ പോയിരിക്കുന്നു. ഓക്കെ, കൂൾ. ആ മിറർ തന്നെ സൂപ്പറാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. സോ ഇനി നമുക്ക് വേഗം ഇവിടുന്ന് പുറത്തേക്ക് ചാടാം, അല്ല മമ്മ? യെസ്. നമ്മളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മളിതേ കൂടെ ഈ കയ്യിലിരിക്കുന്നത് സെൽഫി സ്റ്റാൻഡാണ് കേട്ടോ. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഒരു തെണ്ടിയുടെയും ആവശ്യമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയാം. അപ്പോൾ പോണ്ടിച്ചേരിയിൽ ഞങ്ങൾ ലഞ്ചോ ഡിന്നറോ എന്ത് കണക്കിൽ കൂട്ടാൻ പറ്റും നമുക്ക് അറിയില്ല. ഞങ്ങൾ എന്തായാലും അത് കണക്കിൽ കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇറങ്ങി ഇതേ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നടക്കുക, അതാണ് ഇവിടെ രസം. കണ്ടത് ഇവർ ഫോട്ടോ എടുക്കുക, എല്ലാവരും ഫോട്ടോ എടുക്കുക. എവിടെ നിന്നാലും നല്ല ഫ്രെയിമുകളാണ്, എവിടെ നിന്നാലും നല്ല ഷെയ്ഡാണ്. ആ കളർഫുൾ ഇത് വരുമ്പോൾ തീം വരുമ്പോൾ അതിൻ്റെ ലുക്ക്
എല്ലാം കൂടിയും സൂപ്പർ അടിപൊളി. നടക്കണം കേട്ടോ, ഞാൻ പറയാൻ ബൈക്ക് കൊടുക്കരുത്. നടക്കുമ്പോൾ കാറിലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പോട്ടിൽ അങ്ങനെ എത്താനേ പറ്റുള്ളൂ. എല്ലാം പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് കോളനി ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ലുക്കും. ഇവിടെ ഒരു പള്ളി ഉണ്ട്. ആ, ഒരു ചെറിയൊരു പള്ളി, ചെറുത് നല്ലൊരു വലിയൊരു പള്ളിയാണ്, അതിവിടെ കാണാം. പിന്നെ അതെ ഇവിടെ എന്തൊക്കെ, ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓൾറെഡി ഇവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്, ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ ഹോട്ടൽസ് എല്ലാം ഫുള്ളാണ്, ഒട്ടുമിക്ക ഏരിയകളും ഫുള്ളാണ്. എന്നാലും നമുക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ബീച്ചിൻ്റെ അപ്പുറ സൈഡിലേക്ക് പോകും. അത് സംതിങ് സൂപ്പറാണ്. കണ്ടോ ഇവിടെയൊക്കെ പള്ളി. ഈ പള്ളി നോക്ക്. ഓ, നമുക്കൊന്ന് പള്ളിയിൽ കയറി നോക്കിയാലോ? ഞങ്ങളൊന്ന് പള്ളിയിൽ കയറി നോക്കിയിട്ട് വരാം. ഇവിടെ ഞങ്ങൾ പള്ളിയിൽ കയറുകയാണ്. ഇവിടെയും എല്ലാവരും ഫോട്ടോ എടുക്കാൻ നടക്കുന്നുണ്ട്. അത് തന്നെ ഇവിടെയും കാണാനുള്ള എല്ലാം. പക്ഷെ വലിയ പള്ളിയാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണിച്ചത് ഒത്തിരി വലുതല്ല, പക്ഷെ ഒരു പഴമയുള്ളൊരു പള്ളിയാണെന്ന് തോന്നുന്നു. കണ്ട ആ മേൽഭാഗത്ത് അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. നമ്മൾ ഉള്ളിൽ കയറുന്നില്ല. ഉള്ളിൽ കയറിയാൽ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്തായാലും ഉള്ളിൽ കയറും, വീഡിയോ എടുക്കുന്നില്ല. ഓക്കെ, ഞങ്ങൾ കയറി നോക്കട്ടെ. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇഷ്ടമായിട്ട് ഈ സ്ഥലം. ഇവിടെ ഇങ്ങനെ താമസിക്കാൻ നല്ല രസമുണ്ടാവും. പക്ഷെ താമസിക്കാൻ രസം ഉണ്ടാവുന്നറിയില്ല, ഭയങ്കര ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഭയങ്കര ആൾക്കാർ. അങ്ങനെയൊക്കെ ഓക്കെയാണ്. If you are staying in Chennai and all, it's easy for them. Weekend-ലൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു പോയി. ഇങ്ങനെ ഈ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ ഏരിയ മുഴുവൻ കളർഫുള്ള് എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാതെ, എല്ലാവർക്കും കളർഫുള്ള് തന്നെയാണ്. എന്തായാലും നമുക്കൊന്നിങ്ങനെ നടന്ന് നോക്കി. ഇത് വീഡിയോ കാണാൻ നല്ല രസമുണ്ടാവും കേട്ടോ, കാരണം നല്ല കളർ കോമ്പിനേഷൻസാണ്. ഈ ഡേ ലൈറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഭംഗിയുണ്ടാവാൻ തോന്നുന്നത്. പല ചെറിയ ബിൽഡിങ്, വൈറ്റ് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു യെല്ലോ കളറൊക്കെ കയറി വരുമ്പോഴാണ് അതിൻ്റെ ഒരു മജ വരുന്നത്. നമ്മൾ ആക്ച്വലി ബീച്ചിൻ്റെ സൈഡിലേക്കാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വേറെ ഫ്രെയിം കിട്ടി അതും എടുക്കും. നടന്നുകൊണ്ടേയിരിക്കുന്നു. പോണ്ടിച്ചേരി ഡേയ്സ്. നമ്മൾ അങ്ങനെ അരു ചേർന്ന് നടന്ന് ബീച്ചിൻ്റെ അടുത്ത് എത്തി. കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ കാണിച്ചു. നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വീക്കെൻഡിൻ്റെ തിരക്കാന്ന് തോന്നുന്നു. ഈ ഏരിയയിലേക്ക് ബൈക്കുകൾ മാത്രം. അതെ, ഈവനിങ് ടൈമിൽ വന്ന് ബീച്ചിൽ കണ്ടു പോവുക എന്നുള്ളൊരു പ്ലാനിങ് ഉള്ളവർ. പണ്ട് പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ റോഡായിരുന്നു. അവിടെ ഒരു ഗാന്ധി സ്റ്റാച്യൂവിന് മുൻവശത്ത് ഞങ്ങൾ പണ്ട് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. അപ്പം അന്ന് അത് റോഡായിരുന്നു. ഇവിടെ റോഡഞ്ഞടി, ഇത് ബ്ലോക്ക് ആക്കിയേക്കുക. ആ റോഡ് തന്നെ ഈ റോഡ്. മഹാത്മാഗാന്ധി ഇതന്നെ ഇത്. ഓ, അത് കണ്ട, ഇത് റോഡാണ്, പക്ഷെ ഇത് ബ്ലോക്ക്ഡ് ആണ്. ഇവിടെ എന്തോ പരിപാടി. ഓ, മേ ബി കണ്ട, ഇത് ഫുള്ള് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇത്. ഐ തിങ്ക് സംഭവം there or something അല്ലേ? സംഭവം ഇത് നോക്കാം. നമ്മളെന്തായാലും ഇപ്പോൾ ബീച്ചിൻ്റെ അവിടെ എത്തി. ഇനി നമ്മൾ ബീച്ചിൻ്റെ ഈ ഒരു ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. നല്ല രസം ഉണ്ടാവും കേട്ടോ. അതാ നമുക്ക് നേരെ നടക്കാം. നേരെ നടന്ന് നല്ല കാറ്റുണ്ടാവും, ഡിസ്റ്റർബൻസ് ഉണ്ടാവും ചിലപ്പോൾ കാറ്റിൻ്റെ, ഈ ബീച്ചിൻ്റെ ഏരിയ ആയതുകൊണ്ട്. കണ്ട ആ ഭാഗത്തൊക്കെ നിറച്ച് എന്താ പറയുക, ഫുട്പാത്ത് കണ്ട് കയറ്റി പണിതിട്ടുണ്ട് ആൾക്കാർക്ക് നിൽക്കാനും നടക്കാനൊക്കെ ആയിരുന്നു. നല്ല തിരയുണ്ട് കേട്ടോ അല്ലേ? നല്ല കാറ്റുണ്ട്. ആക്ച്വലി നടന്ന് വന്നിട്ട് ഒരു സൂപ്പർ സ്പോട്ട് കിട്ടിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്ത് മൂടാന്നറിയോ? ഇത് ഇവിടെ ഇരിക്കാനായി ഞങ്ങൾക്ക് ഇതിന് ബാക്ക് റെസ്റ്റ് ഇല്ല, പോയിരിക്കുകയാണ്. ഒരു 2 ഒരെണ്ണമുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഈ ബീച്ചിലേക്ക് നോക്കി ഈ തിരകൾ എണ്ണിയിരിക്കുക. വേറെ പണിയൊന്നും ചെല്ലുന്നു. വേറെ മൂഡ്. ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ ആലോചിക്കും, നിങ്ങളിവിടെ ഇരിക്കുന്നു. ഇനി നിങ്ങളിത് നേരെ അങ്ങോട്ട് നോക്കുക. ഓ മാൻ, സ്കൂൾ. ഞങ്ങൾ കുറച്ച് നേരത്തെ തിരയെണ്ണി ഇരിക്കുന്നത് കാണിച്ചു തന്നില്ല. അത് വേറെ മൂഡാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുക.
ജസ്റ്റ് പറ്റുകയെന്ന് വെച്ചാൽ ഒരു പാട്ടും ഹെഡ്സെറ്റ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ട് ആ തിരണിയിട്ട് ഇങ്ങനെ ഭയങ്കര രസമാണ്, ഭയങ്കര രസമാണ്. ഇതാണ് ഈ കടലിൽ തിരണിയിരിക്കണ എൻ്റെ സുഖം. അതെനിക്കിപ്പോൾ ഇന്നാ മനസ്സിലായി. നല്ല കാറ്റുണ്ട്, നല്ല ക്രൗഡായിട്ട് വരുന്നുണ്ട് നൈറ്റ് ആയപ്പോൾ. ബട്ട് നല്ല വൈബാണ്. കണ്ടോ അവിടുത്തെ ബീച്ച് ഫേസിങ് ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ ചൂടൊക്കെ പോയി, ഇപ്പം നല്ല കാറ്റായിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇതൊക്കെ ഹോം സ്റ്റേ എന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഇതൊക്കെ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. ഇതൊക്കെ ഓപ്പൺ ആകുമ്പോൾ നല്ല രസമാകും കുറച്ചും കൂടി. എന്തായാലും ഞങ്ങളിങ്ങനെ നടന്ന് അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഗാന്ധി പ്രതിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഫേസ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഞങ്ങൾ അത് ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ നടക്കുന്നത്. അവിടേക്ക് എത്തണം. ഇതിൻ്റെ മേലെ എനിക്കൊന്ന് ഗ്ലാസിൻ്റെ മേലെ ഓൾറെഡി വെള്ളം ഇങ്ങനെ ചെറിയ തിരയര അടിച്ചിട്ടൊരു ഫോഗ് പോലെ ആയിട്ടുണ്ട്. റൂമിൽ ചെന്നാലേക്ക് തുടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ക്ഷമിച്ചേ പറ്റൂ. എന്തായാലും റൂമിലെത്തിട്ട് കഴിഞ്ഞ് ഞാൻ ലെൻസും ഫോണും ഇനിയിപ്പോൾ ക്യാമറ ഒക്കെ ഒന്ന് തുടച്ചെടുക്കേണ്ടി വരും, കാരണം കടൽക്കാറ്റാണ്. അങ്ങനെ ദേ ഞങ്ങൾ നടന്നു പോകുന്ന നമ്മുടെ ഗാന്ധിജിയുടെ പ്രതിമ നമുക്ക് അങ്ങ് അകലെ കാണാനുണ്ടോ ആ ഒരു ഏരിയയിൽ. അവിടെ ഗാന്ധിജിയുടെ പ്രതിമ കാണാം. നമ്മൾ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഇനി വീഡിയോ ഇവിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമല്ലേ. ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും, നല്ല രസം. അതെ, പോണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ഗാന്ധി പ്രതിമ. ഇതാണ് നമ്മുടെ ഗാന്ധി പ്രതിമ, പോണ്ടി ബീച്ച്. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് പറയാം അല്ലേ. ഇവിടെ വരണം, ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോ എടുക്കണം, എന്നാലാണ് അതൊരു ഫുള്ളാവുള്ളൂ പോണ്ടി വ്ളോഗ്. അല്ലെങ്കിൽ പോണ്ടി വന്നു എന്നുള്ളതിനുള്ളൊരു വലിയൊരു തെളിവാണ് ഈ കാണുന്നൊരു ഗാന്ധി പ്രതിമയിൽ അവിടെ വന്നിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ അതേപോലെ നോക്കുമ്പോൾ പിന്നെ അവിടെ നെഹ്റു. സംതിങ് നൈസ്, കൂൾ. സി പിന്നെ ദേ ഇവിടെ ഒരു പോളുണ്ട്. നൈസ്. സോ അങ്ങനെ പോണ്ടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ മാത്രമുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങൾ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഞങ്ങൾ വേറൊരു കാര്യം കണ്ടിട്ടിപ്പോൾ ഞങ്ങളെല്ലാം വൈൻഡപ്പ് കഴിഞ്ഞതാണ്. ഷീസ് ഓൾസോ ലുക്കിംഗ്. നോക്കി മോനെ, ഇവിടെ നമുക്ക് ടെലസ്കോപ്പിൽ മൂണിനെ കാണുന്ന വേറെ എങ്ങനെയുണ്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സി എൻ്റെ അമ്മ, ഇവിടുന്ന് ആ മൂണിനെ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഇത് വേറെ ഒന്നല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. നൈസ്. പോണ്ടിയിൽ വരുമ്പോൾ നിങ്ങൾ ഇതിവിടെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം, മസ്റ്റാണ്. സൂപ്പർ, സൂപ്പർ.